നമസ്തേ, പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖി അനൂപ്. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങമാസം 27 ഭരണി നക്ഷത്രം. 2025 സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച. രാഹുകാലം പരിശോധിച്ചാൽ രാവിലെ 10:49 മുതൽ 12:20 വരെ. എന്തായാലും നമുക്ക് ഇന്നത്തെ തലക്കെട്ടുകൾ കൂടി നോക്കേണ്ടതാണ്. ആദ്യം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സത്യപ്രതിജ്ഞയാണ്. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ 10 മണിക്കാണ് ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ്. ഒപ്പം തന്നെ നാളെ മിസോറാമിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. എന്തായാലും നമുക്ക് വാർത്തകളൊക്കെ തന്നെ വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കി വരാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Peanut Butter, a healthy source of protein. ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് രാവിലെ 10 രാഷ്ട്രപതി ഭവനിൽ. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. നേപ്പാളിൽ ഭാരൺ പ്രതിസന്ധി തുടരുന്നു. ജൻസി പ്രക്ഷോഭകർ തമ്മിൽ ഏറ്റുമുട്ടി. മുൻ ചീഫ് ജസ്റ്റിസ് സുശീൽ കർക്കിയും കിൽമാൻ ഖിസിംഗും പരിഗണനയിൽ. ശബരിമല സ്വർണ്ണപ്പാളി കടത്തിൽ ദേവസ്വം ബോർഡിന്റെ പുനഃപരിശോധനാ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ അതേപടി എത്തിക്കാനാകില്ലെന്ന് ബോർഡ്. മുൻകൂർ അനുമതി വാങ്ങിയില്ലെന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും കോടതിയിൽ. മിസോറാമിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. സൈറംഗിൽ 52 കിലോമീറ്റർ നീളത്തിൽ റെയിൽപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. ലൈംഗികാതിക്രമ കേസിൽ റാപ്പർ വേടനെ ഇന്ന് ചോദ്യം ചെയ്യും. കേസെടുത്തത് ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം. രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ പോര് മുറുകുന്നു. പാർട്ടി തീരുമാനിക്കുന്നത് വരെ നിയമസഭയിൽ വരേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. രാഹുൽ വരുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം. ഓൺലൈൻ തട്ടിപ്പിൽ കർശന നടപടിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടക്കുന്നത് വ്യാപക തട്ടിപ്പ്. നടപടി ജനം TV വാർത്തയെ തുടർന്ന് ജനം ഇംപാക്ട്. പട്ടാള അട്ടിമറി കേസിൽ മുൻ ബ്രസീൽ പ്രസിഡന്റ് കുറ്റക്കാരൻ. ബോൾസനാരോയ്ക്ക് 27 വർഷം തടവ് ശിക്ഷ വിധിച്ച സുപ്രീം കോടതി. അട്ടിമറി ശ്രമം തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ. പുത്തൻപുലരി ആദ്യം പോകുന്നത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. ഇന്ന് ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാന വാർത്ത. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങൾ നൽകാനായി ജിഷ്ണു കൃഷ്ണൻ തയ്യാറാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്ന് 10 മണിക്കാണ് ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ. എങ്ങനെയാണ് ഒരുക്കങ്ങൾ?
രാഖി നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാജ്യത്തിൻ്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നടക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, കൂടാതെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുതിർന്ന അംഗങ്ങളെയും എല്ലാം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സെപ്റ്റംബർ 9-നായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 452 വോട്ടുകൾ നേടിയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്ന CP രാധാകൃഷ്ണൻ വിജയിച്ചത്. CP രാധാകൃഷ്ണന്റെ വിജയം നേരത്തെ ഉറപ്പിച്ചിരുന്നുവെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള വോട്ടുകൾ, പ്രതിപക്ഷ നിരയിൽ നിന്ന് പോലും വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു CP രാധാകൃഷ്ണൻ വിജയിച്ചു കയറിയത്. ഇന്നലെ മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം ഒഴിയുന്നതായി CP രാധാകൃഷ്ണൻ അറിയിച്ചിരുന്നു. തുടർന്ന് നിലവിൽ ഗുജറാത്ത് ഗവർണർക്കാണ് മഹാരാഷ്ട്ര ഗവർണറുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. കൂടാതെ മഹാരാഷ്ട്ര രാജ്ഭവനിൽ അനൗദ്യോഗികമായിട്ടുള്ള യാത്രയയപ്പ് ചടങ്ങ് നടന്നിരുന്നു. ആ ചടങ്ങിൽ CP രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത് ദേശീയ താല്പര്യത്തിനനുസരിച്ച് നിലപാടെടുക്കുന്ന തികഞ്ഞ ദേശീയവാദിയാണ് താൻ എന്ന പ്രതികരണം CP രാധാകൃഷ്ണൻ നടത്തിയിരുന്നു. 15ാമത് രാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ എത്തുമ്പോൾ ജഗ്ദീപ് ധൻഖറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെല്ലാം നിലപാടുകൾ CP രാധാകൃഷ്ണന് സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് രാജ്യസഭയും ഒപ്പം രാജ്യവും ഉറ്റുനോക്കുന്നത്. തമിഴ്നാട്ടിൽ തിരുപ്പൂരിൽ ജനിച്ചിട്ടുള്ള CP രാധാകൃഷ്ണൻ ബാല സ്വയംസേവകായാണ് സംഘത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച. പിന്നീട് ജനസംഘത്തിലെത്തുന്നു. BJP രൂപീകരിക്കുമ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാവായി വരുന്നു. BJP ഇന്ന് കാണുന്ന ഈ ഒരു വലിയ രൂപത്തിലേക്ക് എത്തുന്നതിൻ്റെ തുടക്കകാലത്തിൽ 1998 തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് CP രാധാകൃഷ്ണൻ. 99 ആ വിജയം ആവർത്തിച്ചു. 2004 തമിഴ്നാടിനെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ BJPയെ നയിച്ചു. 2020 മുതൽ 22 വരെ 2 വർഷക്കാലം കേരളത്തിൽ BJPയുടെ പ്രഭാരി എന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തിലും CP രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. പിന്നീട് ജാർഖണ്ഡ് ഗവർണർ, മഹാരാഷ്ട്ര ഗവർണർ, അതിനിടയിൽ തെലങ്കാനയിലെയും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നുള്ളത് അധിക ചുമതല. അത്തരത്തിൽ മഹാരാഷ്ട്ര ഗവർണർ എന്ന ചുമതല വഹിക്കുമ്പോഴായിരുന്നു NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ CP രാധാകൃഷ്ണന് സാധിച്ചു. അവിടെയും പ്രതിപക്ഷത്തിനിടയിൽ വലിയ വോട്ട് ചോർച്ചയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ പരസ്പരം പഴിചാരുകയും ആരോപണം ഉന്നയിക്കുകയും നേതാക്കൾ ചെയ്തിരുന്നു. അതായത് 324 വോട്ടുകളായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടത്. എന്നാൽ വലിയ വോട്ട് ചോർച്ച പ്രതിപക്ഷ നിരയിലുണ്ടായി. 300 വോട്ടുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. തുടർന്ന് നേതാക്കൾ പണം വാങ്ങി വോട്ട് ചോർത്തിയെന്ന ആരോപണം പോലും പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ നേതാക്കൾ പരസ്പരം ഉന്നയിക്കുന്നുണ്ട്. അതിന് ഇന്നലെ അമിത്ഷാ ഉൾപ്പെടെയുള്ള BJP നേതൃത്വം രൂക്ഷമായ വിമർശനമുയർത്തുകയും ചെയ്തിരുന്നു. സ്വന്തം മുന്നണിയിലെ MP-മാരെ കുറിച്ചാണ് ഈ നേതാക്കൾ വൃത്തികേട് പറയുന്നത്. അതായത് പണം വാങ്ങി വോട്ട് മറിച്ചുവെന്ന് പ്രതിപക്ഷ മുന്നണിയിലെ തന്നെ MP-മാരാണ് അവരുടെ സ്വന്തം MP-മാരെ കുറിച്ച് പറയുന്നത് എന്ന വിമർശനം ഉയർത്തിയിരുന്നു. ഏതായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും പ്രതിപക്ഷ മുന്നണിക്കും കനത്ത നാണക്കേടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാജ്യത്തെ ജനങ്ങൾ അവരുടെ കോൺഗ്രസിനെല്ലാം ലഭിക്കുന്ന വോട്ടുകൾ ചോരുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വന്തം പ്രതിപക്ഷ നിരയിലെ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ, മുതിർന്ന നേതാക്കളാണ് ബാലറ്റിലൂടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ആ MP-മാരുടെ പോലും വോട്ട് ചോരാതെ സംരക്ഷിക്കാൻ കഴിയാത്ത നേതാക്കളാണ് ജനങ്ങളുടെ വോട്ട് ചോർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് BJP വിമർശനം ഉന്നയിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനവും കഴിഞ്ഞു. ഇന്ന് 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിലെ ചടങ്ങ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുക്കും. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ എന്തായാലും NDAയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു. ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നു. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ത്യ മുന്നണിക്കുണ്ടായ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ തോൽവി മാത്രമല്ല, ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കിടയിലുണ്ടായ വിള്ളൽ അത് മറനീക്കി പുറത്തു വന്നു എന്നുള്ളതാണ്. ഇത് വലിയൊരു തിരിച്ചടി തന്നെയായി മാറുന്നുണ്ടല്ലേ? രാഖി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കനത്ത നാണക്കേടാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആ മുന്നണിക്കുള്ളിൽ നേതാക്കളുടെ നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം കൂടുതൽ പരസ്യമായി എത്തുകയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ, ഈ മുന്നണിയെ നയിക്കാൻ കോൺഗ്രസിന് സ്വാധീനമില്ല, അല്ലെങ്കിൽ അതിനുള്ള ശേഷി നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിനില്ല എന്ന
പരസ്യമായിട്ടുള്ള വിമർശനം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. കോൺഗ്രസിന് ഈ പ്രതിപക്ഷ മുന്നണിയെ നയിക്കാൻ സാധിക്കില്ല എന്ന വലിയ വിമർശനമാണ് ഉയരുന്നത്. കാരണം വോട്ട് ചോർച്ചയാണ് വലിയ നാണക്കേടുണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 427 അംഗങ്ങളുടെ പിൻബലമുള്ള CP രാധാകൃഷ്ണന്റെ വിജയം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നിരയിലെ സ്ഥാനാർത്ഥിക്ക് പ്രതിപക്ഷത്തിൻ്റെ തന്നെ മുഴുവൻ വോട്ടുകളും നേടിക്കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതൊരു പ്രതിപക്ഷ നേതാക്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം അല്ലെങ്കിൽ അതൊരു സ്വാഭാവികമായിട്ടുള്ള പോരാട്ടമായി തന്നെ കണക്കാക്കാമായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നിലയിലെ മുഴുവൻ വോട്ടുകളും നേടിക്കൊടുക്കാൻ പ്രതിപക്ഷ മുന്നണിയിലെ പാർട്ടികൾക്ക് സാധിച്ചില്ല. അതിൽ പരസ്പരം പഴിചാരുന്നു. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലെയും ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ MP-മാർ CP രാധാകൃഷ്ണന് വോട്ട് ചെയ്തു എന്ന പരസ്യ ആരോപണം നേതാക്കൾ പരസ്പരം ഉന്നയിക്കുന്നു. ചില നേതാക്കൾ കോടിക്കണക്കിന് രൂപ വാങ്ങി വോട്ട് മറിച്ചു എന്ന ആരോപണം ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ വിശ്വാസമില്ലാതെ പരസ്പരം ഉന്നയിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്കും നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസത്തിനും ഒപ്പം നിലവിൽ രാഹുൽ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള വോട്ട് ചോരി ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതുമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ തന്നെയാണ് ദേശീയ രാഷ്ട്രീയം അതിനെ വിലയിരുത്തുന്നത്. സ്വന്തം MP-മാരുടെ വോട്ട് ചോരാതെ സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത കോൺഗ്രസും പാർട്ടികളുമാണ് ജനങ്ങളുടെ വോട്ട് ചോരുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അത് തീർത്തും ശരിയല്ല എന്ന നിലപാടിലേക്ക് BJP അതിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ BJPയുടെ പ്രചാരണത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തോൽവി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിക്ക് കനത്ത നാണക്കേടും ക്ഷീണവും ഉണ്ടാക്കുന്നു. മുന്നണിക്കുള്ളിൽ പരസ്പര ആരോപണങ്ങളും അടിയും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും NDAക്കും കൂടുതൽ രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാവിലെ 10 മണിക്കാണ് ചടങ്ങ്. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണമെന്ന ഉത്തരവിനെതിരായ ദേവസ്വം ബോർഡിന്റെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അതേപടി തിരികെ കൊണ്ടുവരാനായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. എന്നാൽ സ്വർണ്ണപ്പാളികൾ ഉരുക്കി അറ്റകുറ്റപ്പണി തുടങ്ങിയ സാഹചര്യത്തിൽ അതേപടി തിരികെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് റിവ്യൂ ഹർജിയിലൂടെ ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി നിഷ ദിലീപാണ് ചേർന്നത്. നിഷ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നത്? രാഖി, ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണമെന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ദേവസ്വം ബോർഡ് നൽകിയ റിവ്യൂ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണപ്പാളികൾ അതേപടി തിരികെ എത്തിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. പക്ഷേ ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ഒരുക്കിയ സാഹചര്യത്തിൽ അത് അതേപടി തിരികെ എത്തിക്കാൻ കഴിയില്ല എന്നാണ് ഈ റിവ്യൂ ഹർജിയിൽ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം മാത്രമേ സന്നിധാനത്ത് സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. ആ നിർദ്ദേശം പാലിക്കാതെയാണ് ദേവസ്വം ബോർഡ് ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അത് എന്തായാലും ഗുരുതരമായ വീഴ്ച തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. എന്തായാലും ഈ സ്വർണ്ണപ്പാളികൾ അതേപടി തിരികെ കൊണ്ടുവരണം എന്നുള്ള ഹൈക്കോടതി നിർദ്ദേശം ദേവസ്വം ബോർഡിന് പാലിക്കാൻ കഴിയില്ല. അതാണ് ഇക്കാര്യത്തിൽ ഇന്ന് ഇപ്പോൾ പരിഗണിക്കുന്ന റിവ്യൂ ഹർജിയിൽ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ സന്നിധാനത്ത് സ്വർണ്ണപ്പണികൾ നടത്താൻ തന്ത്രിയുടെ അനുവാദവും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയും മാത്രം മതി എന്നാണ് ഇന്നത്തെ ഈ റിവ്യൂ ഹർജിയിൽ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്. പക്ഷേ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ കോടതിയിൽ ഈ കാര്യം അറിയിക്കാൻ, ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന കാര്യം അറിയിക്കാൻ മതിയായ സമയം ഉണ്ടായിരുന്നിട്ടും ദേവസ്വം ബോർഡ് അത് ചെയ്തില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ റിവ്യൂ ഹർജി പരിഗണിക്കുന്നുണ്ട്. കോടതിയുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോയത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ ദേവസ്വം കമ്മീഷൻ നൽകിയ റിപ്പോർട്ടും ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ദേവിക. ശരി നിഷ, ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണമെന്ന ഉത്തരവിനെതിരായ ദേവസ്വം ബോർഡിന്റെ പുനഃപരിശോധനാ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാൻ സാധ്യത ഉള്ളത്. ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അതേപടി തിരികെ കൊണ്ടുവരാനായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. പക്ഷേ സ്വർണ്ണപ്പാളികൾ ഉരുക്കി അറ്റകുറ്റപ്പണി തുടങ്ങിയ സാഹചര്യത്തിൽ അതേപടി തിരികെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് റിവ്യൂ ഹർജിയിലൂടെ ദേവസ്വം ബോർഡ് അറിയിക്കും. നിഷ ദിലീപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് ജിഷ്ണുവിലേക്കാണ്. നേപ്പാളിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ്. നേപ്പാളിൽ ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിൽ
അനിശ്ചിതത്വം തുടരുകയാണ്. കലാപത്തിലൂടെ ഭരണകൂടത്തെ താഴെ ഇറക്കിയ ജെൻസി പ്രക്ഷോഭകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഇതിനിടെ ഉയരുന്നുണ്ട്. ജെൻസി പ്രക്ഷോഭകർ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം തന്നെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി, കിൽമാൻ കീസിംഗ് എന്നിവരുടെ പേരുകൾ ഇപ്പോൾ ഭരണതലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ജിഷ്ണു, ഒടുവിൽ ഈ ജെൻസി പ്രക്ഷോഭകർ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കൂടുതൽ നേപ്പാളിനെ മറ്റൊരു തലത്തിലേക്ക് പ്രതിസന്ധി എത്തിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, നേപ്പാളിൽ KP ശർമ്മ ഒലി സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി താഴെ ഇറങ്ങിയ സർക്കാർ താഴെ വീണെങ്കിലും നിലവിലൊരു ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം, രാഷ്ട്രീയ പ്രതിസന്ധി നേപ്പാളിൽ തുടരുകയാണ്. ജെൻസി പ്രക്ഷോഭകർക്കിടയിൽ തന്നെ യുവ തലമുറയാണ് പുതിയ പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത്. ആ പ്രക്ഷോഭകർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസവും അവർ തമ്മിലടിക്കുന്ന ഒരു രീതിയിലേക്ക് പോലും നേപ്പാളിൽ സാഹചര്യം എത്തുന്നു. കാരണം ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതൊരു ആശയത്തിൻ്റെ പേരിലല്ല, ഒരു ടൂൾ കിറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള വിരോധത്തിൻ്റെയും സർക്കാരിനെതിരെയുള്ള രോക്ഷത്തിൻ്റെയും പേരിലായിരുന്നു യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങിയത്. ആ പ്രക്ഷോഭം വിജയിച്ചുവെങ്കിൽ പോലും വലിയ നാശനഷ്ടം, ആൾനാശം, 32-ലധികം ജീവനുകൾ, കനത്ത നാശനഷ്ടം, അതെല്ലാമാണ് നേപ്പാളിന് ഈ പ്രക്ഷോഭം സമ്മാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു ഇടക്കാല സർക്കാരിനെ രൂപീകരിക്കാൻ കഴിഞ്ഞ ദിവസം സൈനിക മേധാവിയുടെയും ഒപ്പം നിലവിൽ കാവൽ പ്രസിഡന്റായി തുടരുന്ന രാംചന്ദ്ര പൗഡലിൻ്റെയും ജെൻസി പ്രക്ഷോഭ നേതാക്കളുടെയും നേതൃത്വത്തിലൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും ഇടക്കാല സർക്കാരിൻ്റെ മേധാവിയെ തെരഞ്ഞെടുക്കാൻ സാധിക്കാതെ സമവായത്തിലെത്താൻ സാധിച്ചില്ല. അതായത് പ്രക്ഷോഭ നേതാക്കൾക്കിടയിൽ തന്നെ, ഈ ജെൻസി പ്രക്ഷോഭകർക്കിടയിൽ തന്നെ ഇടക്കാല സർക്കാരിനെ ആര് നയിക്കണം എന്നത് സംബന്ധിച്ചുള്ള തർക്കം തുടരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള തർക്കം തെരുവിൽ ഈ പ്രക്ഷോഭകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന, കഴിഞ്ഞ ദിവസം ഈ ജെൻസി പ്രക്ഷോഭകർ അവിടുത്തെ ഭരണാധികാരികൾ, പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും സുപ്രീം കോടതിയും ഒപ്പം പാർലമെന്റ് മന്ദിരവും എല്ലാം ആക്രമിച്ചുകൊണ്ട് അത്തരത്തിലൊരു അക്രമമായിരുന്നു നടത്തിയതെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ജെൻസി പ്രക്ഷോഭകർ പരസ്പരം തെരുവിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം പോലും നേപ്പാളിലുണ്ടായി. നിലവിൽ ചർച്ച ചെയ്യുന്നത് ഒന്ന് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി, പക്ഷേ അവർക്ക് 70 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവർ ഈ യുവതലമുറയുടെ പ്രതിനിധിയായി ഇടക്കാല സർക്കാരിനെ ഭരിക്കുക എന്ന ചോദ്യമാണ് ജെൻസി പ്രക്ഷോഭകർക്കിടയിൽ തന്നെ ഒരു വിഭാഗം ചോദ്യം ഉന്നയിക്കുന്നത്. കൂടാതെ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മുൻ MD ആയിട്ടുള്ള കിൽമാൻ ഗിസിംഗ്, ഈ 2 പേരുകളാണ് നിലവിൽ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ പ്രക്ഷോഭത്തിനും കലാപത്തിനും ഒടുവിൽ നിലവിലൊരു ശാന്തമായ സ്ഥിതിയിലേക്ക് നേപ്പാൾ എത്തിത്തുടങ്ങുകയാണ്. കഴിഞ്ഞ നേപ്പാളിലെ ഭരണ പ്രതിസന്ധി അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അതിനിടയിൽ ജെൻസി പ്രക്ഷോഭകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നമുക്ക് കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. വേടന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്നുള്ളതാണ്. ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിലെടുത്ത ലൈംഗിക അതിക്രമ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ഇന്നും ചോദ്യം ചെയ്യും. രാവിലെ 10-ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേടന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചിരുന്നു. എന്തായാലും നമ്മുടെ സർക്കാരിൻ്റെ അവസ്ഥ പരിശോധിക്കുകയാണ്. ആദ്യം നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു റാപ്പർ എന്ന ഹിരൺദാസ് മുരളിയെ. പക്ഷേ പിന്നീട് ഇത്തരം ബലാത്സംഗ കേസ് ആരോപണങ്ങൾ ഉയർന്നു. അത് പിന്നീട് കേസായി. മുഖം രക്ഷിക്കാൻ സർക്കാർ തന്നെ നെട്ടോട്ടമോടുന്നു. പിന്നീട് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഒളിച്ചു കളിച്ചു എന്നുള്ളതാണ്. ഈ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് കോടതി ജാമ്യം നൽകുന്നത് വരെയും മിണ്ടാതിരുന്നു. ഒടുവിൽ ഇദ്ദേഹം തന്നെ വന്ന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വളരെ നിരാശാജനകമാണ് നമ്മുടെ വ്യവസ്ഥ എന്നുള്ളതാണ്. എന്തായാലും ഇന്നും ഈ വേടന്റെ ചോദ്യം ചെയ്യൽ തുടരുമെന്നുള്ളതാണ്. കൊച്ചിയിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക. ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിലെടുത്ത ലൈംഗികാതിക്രമ കേസിലാണ് റാപ്പർ വേടനെ ഇന്നും ചോദ്യം ചെയ്യുക. നിഷ ദിലീപാണ് നമുക്കൊപ്പം ചേർന്നത്. നിഷ, 10 മണിയോടുകൂടി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമുക്ക് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ?
രാഖി, മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി ലഭിച്ച 2 പരാതികളിൽ ഒരു പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരം, അതായത് വേടൻ ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി വേടൻ കോടതിയെ സമീപിച്ചിരുന്നു. വേടന് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. അതുവരെ വേടൻ്റെ അറസ്റ്റ് പോലീസ് നീട്ടിക്കൊണ്ടുപോയിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതിൽ ഈ ഇമെയിൽ മുഖേന മുഖ്യമന്ത്രിക്ക് ലഭിച്ച 2 പരാതികളിൽ ഒരു ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം, അശ്ലീല പദപ്രയോഗം, സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തും വിധമുള്ള ലൈംഗിക ചേഷ്ടകൾ കാണിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലായിരുന്നു കേസെടുത്തിരുന്നത്. ഇതിനിപ്പോൾ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വേടൻ ഹാജരാകുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടർ നൽകിയ പരാതിയിലും വേടനോട് കോടതി 2 ദിവസം ഹാജരാകാൻ പറഞ്ഞിരുന്നു. അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ ഹാജരാകുകയും ഫോർമലായി വേടൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ തന്നെ വേടനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയുമായിരുന്നു. എന്തായാലും ഇന്നും ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ തന്നെയാകും ഉണ്ടാകുക. 10 മണിയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ വേടൻ ഹാജരാകും. തുടർന്ന് ചോദ്യം ചെയ്യലുണ്ടാകും. എന്നാൽ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഗവേഷക വിദ്യാർത്ഥിനിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. കോടതി നിർദ്ദേശപ്രകാരം മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലീസ് ഈ സെൻട്രൽ സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന കേസിലും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന കേസിലും 2 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. അതുപ്രകാരമാണ് വേടൻ ഇന്ന് ഇപ്പോൾ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത്. ഈ കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിൽ ജൂലൈ 31 തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം മാത്രമാണ് കോടതിയുടെ മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് വേടനെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും ഹാജരായത്. എന്തായാലും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ വേടനെ കണ്ടെത്താനോ വേടനെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ പോലീസ് മെനക്കെട്ടിരുന്നില്ല. ഇന്നിപ്പോൾ ഈ ഇമെയിൽ വഴി ലഭിച്ച പരാതികളിലൊന്നിൽ സെൻട്രൽ പോലീസ് എടുത്തിരിക്കുന്ന കേസിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വേടൻ ഹാജരാകുന്നത്. രാഖി. ശരി നിഷ, എന്തായാലും വേടന്റെ ചോദ്യം ചെയ്യൽ ഇന്നും പുരോഗമിക്കും എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഇന്ന് നമ്മുടെ പ്രേക്ഷകൻ PRP കുറിപ്പ് പറയുന്നുണ്ട്, കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെയും ഗുരുവായൂർ ക്ഷേത്രത്തിലെയും സ്വർണ്ണശേഖരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പരിശോധിക്കണം. കേന്ദ്ര ഏജൻസിയുടെ പരിശോധനയും വേണം, അപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് വരുമെന്ന്. അത്തരത്തിൽ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കമൻസ് കൂടുതലായി പരിശോധിക്കാം. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ പോര് കടുക്കുകയാണ്. പാർട്ടി തീരുമാനിക്കുന്നത് വരെ MLA ആയ രാഹുൽ സഭയിൽ വരേണ്ടതില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ്. എന്നാൽ രാഹുൽ വരുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുമുണ്ട്. വിവരങ്ങൾ നൽകാനായി പ്രജിത് മോഹനനാണ് ചേരുന്നത്. പ്രജിത്ത്, എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ അടിയാണ് എന്നുള്ളതാണ്. ഇനി രാഹുൽ ഈ നിയമസഭാ സമ്മേളന സമയത്ത് വരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും തർക്കങ്ങൾ തുടരുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? വലിയ തർക്കത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി പാർട്ടി സ്വീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസ് MLA ആയി പങ്കെടുക്കേണ്ട സാഹചര്യമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ എ ഗ്രൂപ്പിലെ ചില നേതാക്കന്മാരൊക്കെ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു സമീപനവും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 ചേരികളായി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യം നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയ്ക്ക് സ്പീക്കറെ അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവ് ഈ ദിവസങ്ങളിൽ നിറവേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് കാര്യം. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും നിയമസഭയിൽ എത്തുന്നതിൽ നിന്ന് പാർട്ടി നേരിട്ടൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനോട് പാർട്ടിക്ക് നിയമസഭയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് ഔദ്യോഗികമായി പറയാൻ കഴിയില്ല. പക്ഷേ സ്പീക്കറെ ഈ വിഷയം ഇങ്ങനെ ഒരു നടപടി പാർട്ടി സ്വീകരിച്ചുകൊണ്ട് നിലവിൽ കോൺഗ്രസ് അംഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളൊരു സമീപനം, അല്ലെങ്കിൽ UDFന്റെ ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു സമീപനം, അത് UDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്പീക്കറെ അറിയിക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അദ്ദേഹം രാഹുലിന്റെ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് അത്തരത്തിൽ സ്പീക്കറെ അറിയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതേസമയം രാഹുൽ നിയമസഭാ സമ്മേളനത്തിന് വരണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം നേതാക്കളും ഇക്കാര്യത്തിൽ ഉണ്ട്. എന്തിനു വേണ്ടി രാഹുലിന്റെ കാര്യത്തിൽ ഇത്ര കടുത്തൊരു സമീപനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് പോകുന്നു എന്നുള്ള ചോദ്യവും അവിടെ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന്റെ തീരുമാനങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ
ഉണ്ടായപ്പോൾ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന പ്രതിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഉണ്ടാക്കിയത് വലിയ തിരിച്ചടിയാണ്. പ്രതിപക്ഷ നേതാവിന് പോലും പ്രതിച്ഛായ നഷ്ടം ഉണ്ടാകുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും സംസ്ഥാനത്തെ പോലീസ് മർദ്ദനങ്ങളൊക്കെ വലിയ ചർച്ചയായി വന്നത്. ആ ചർച്ചയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ സജീവ ചർച്ചയാക്കി നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ അത് പ്രക്ഷുബ്ധമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആലോചന. അപ്പോൾ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകും. അതോടുകൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാതെയാക്കി പോകുമെന്ന് വാദിക്കുന്ന നേതാക്കളുമുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ പലവിധ അഭിപ്രായങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു വശത്ത് നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവിന് വിരുദ്ധരായി നമ്മൾ നേരത്തെ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വി ഡി സതീശന്റെ വിരുദ്ധരായിട്ടുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിനെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തിന് ഇത്ര കർശനമായ നിലപാട് സ്വീകരിക്കുന്നു തുടങ്ങിയിട്ടുള്ള സമീപനവുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ കോൺഗ്രസ് പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി UDF-ലും ഈ പറയുന്ന ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. എന്തായാലും അത്തരത്തിൽ കോൺഗ്രസിൽ രണ്ട് വിഭാഗങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ പാർട്ടി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിയമസഭാ സമ്മേളന സമയത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി മുന്നോട്ട് പോകാനുള്ള നടപടികളെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. രാഖി. ശരി പ്രജിത്ത്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി കോൺഗ്രസിൽ പോര് കനക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി തീരുമാനിക്കുന്നത് വരെ MLA ആയ രാഹുൽ നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ച് നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരട്ടെ, വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് മുന്നണിക്കും ഗുണം ചെയ്യുമെന്നൊരു വിഭാഗം ബാധിക്കുന്നുമുണ്ട്. പ്രജിത് മോഹനനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ പ്രേക്ഷകരുടെ കമന്റ് പരിശോധിച്ചാൽ ശശി CR എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട് വേടന്റെ ചോദ്യം ചെയ്യൽ വെറും പ്രഹസനമാണ് എന്ന്. ഒപ്പം തന്നെ സന്ദീപ് പറയുന്നുണ്ട് CPM-ന്റെ SFIയുടെ DYFIയുടെയും മാതൃകാ പുരുഷനാണ് സഖാവ് വേടൻ, ഇപ്പോൾ ബലാത്സംഗ കഞ്ചാവ് വേടൻ എന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. എന്തായാലും നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. എറണാകുളം കോതമംഗലത്ത് യുവാവിന് പോലീസ് മർദ്ദനം. കോട്ടപ്പടി സ്വദേശി വിപിനാണ് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. സമീപവാസിയുടെ പരാതിയെ തുടർന്ന് വിപിനെ കസ്റ്റഡിയിലെടുക്കാൻ എത്തി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദന ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അതിക്രൂരമായ മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കോട്ടപ്പടി സ്വദേശി വിപിനാണ് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായത്. എറണാകുളം കോതമംഗലത്ത് നടന്ന സംഭവമാണ്. അവിടെ കോട്ടപ്പടി സ്വദേശിയായ വിപിന് അതിക്രൂരമായ പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്നു. സമീപവാസിയുടെ പരാതിയെ തുടർന്ന് വിപിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ എത്തുകയായിരുന്നു. പിന്നീട് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നുള്ളതാണ്. എന്തായാലും മർദ്ദന ദൃശ്യങ്ങൾ ജനം TV പുറത്ത് വിട്ടതാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് എത്തി ഈ യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതും ഒപ്പം അദ്ദേഹം മർദ്ദനത്തിന് ഇരയാകുന്നതും. കസ്റ്റഡിയിലെടുക്കാൻ എത്തുമ്പോൾ അവർ കോളറിന് കുത്തിപ്പിടിച്ച് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വീട്ടിലെത്തി അയൽവാസിയുടെ പരാതിയിന്മേൽ വീട്ടിലെത്തി പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നത് പിന്നീട് മർദ്ദനത്തിന് ഇരയാക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. നിഷ ദിലീപുണ്ട് വിശദാംശങ്ങളുമായി. നിഷ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് അവിടെ എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് കോളറിന് കുത്തിപ്പിടിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പരിക്ക് സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? അയാളെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ വലിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാം, ഉപദ്രവിക്കുന്നതിൻ്റെ ശബ്ദങ്ങളടക്കം കേൾക്കാം. കോതമംഗലം കോട്ടപ്പടി സ്വദേശിയായ വിപിൻ എന്ന യുവാവിനാണ് പോലീസിൻ്റെ മർദ്ദനമേറ്റത്. കോട്ടപ്പടി സ്റ്റേഷനിലെ SI നസീറാണ് വിപിനെ മർദ്ദിക്കുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് വിപിൻ വീട്ടിലിരുന്ന് വർക്ക്ഷോപ്പ് പണികൾ നടത്തുന്നയാളാണ്. ഒരു ബൈക്ക് മെക്കാനിക്കാണ്. ഈ ബൈക്ക് നന്നാക്കുന്നതൊക്കെ വിപിൻ വീട്ടിലിരുന്നാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ വർക്ക്ഷോപ്പ് പണികൾ നടത്തുമ്പോൾ വലിയ ശബ്ദമൊക്കെ ഉണ്ടാകും. ഇതിന് അയൽവാസിയുമായി കുറച്ച് നാളുകളായി തർക്കങ്ങളുണ്ടായിരുന്നു.
അയൽവാസിയുടെ പരാതിയിൽ കോട്ടപ്പടി പോലീസ് വീട്ടിലെത്തി വിപിനോട് വീട്ടിൽ നിന്നും ഈ പണികൾ മാറ്റണം, മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ വിപിൻ ഇത് മാറ്റാമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ഈ പോലീസ് പറഞ്ഞ സമയത്ത് ഇയാൾക്ക് മാറാൻ കഴിഞ്ഞില്ല. സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഇത് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഓണത്തിന് ശേഷം വീട്ടിലെത്തിയ കോട്ടപ്പടി പോലീസ് പെട്ടെന്ന് ഈ വിപിൻ്റെ വീട്ടിലെത്തുകയും വിപിനോട് എന്തുകൊണ്ടാണ് മാറാത്തതെന്ന് അന്വേഷിക്കുകയും ചെയ്തു. വിപിൻ കാര്യം പറഞ്ഞെങ്കിൽ പോലും പോലീസ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പോലീസ് ആ വീട്ടിലെത്തിയ SI നസീർ വിപിനോട് വളരെ ക്രൂരമായി പെരുമാറുകയും അയാളെ വലിച്ച് കൊണ്ടുപോയി പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ്. ഇത് വിപിൻ്റെ സഹോദരൻ ജനലിനിപ്പുറം നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ പീഡനമൊക്കെ നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിരപരാധിയായ ഒരു യുവാവിന് ഇത്തരത്തിൽ പോലീസിൻ്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. വിപിന് വയറിനും നടുവിനുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വിപിൻ ചികിത്സ തേടി. തുടർന്ന് തന്നെ ഈ വീട്ടിലെത്തി നസീർ മർദ്ദിച്ചതായി കാട്ടി ദൃശ്യങ്ങൾ സഹിതം ജില്ലാ പോലീസ് മേധാവിക്ക് വിപിൻ പരാതി നൽകിയിട്ടുണ്ട്. രാഖി. ശരി നിഷ, പോലീസിന്റെ അതിക്രൂരമായ അതിക്രമങ്ങളുടെ വാർത്തകൾ നിരന്തരം വാർത്തയാകുമ്പോൾ ഇന്ന് കോതമംഗലത്ത് നടന്ന സംഭവമാണ്, അതിന്റെ ദൃശ്യങ്ങളാണ് ജനം TV ബ്രേക്ക് ചെയ്തത്. നിഷ ദിലീപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ സുധീർ എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, കേരള ഭാഗ്യക്കുറി സംബന്ധിച്ചുള്ള തട്ടിപ്പ് വാർത്ത എന്തായെന്ന്. കൊല്ലത്തു നിന്നുള്ള മനോജാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും ധനമന്ത്രി KN ബാലഗോപാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പ് ജനം TVക്ക് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വാർത്തകളും ഈ ബുള്ളറ്റിനിൽ ഉണ്ടാകും. നമ്മൾ നേരത്തെ തന്നെ ആ വാർത്ത നൽകിയിരുന്നു. എന്തായാലും ഈ ബുള്ളറ്റിനിലും ആ വാർത്ത ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സുധീർ ജനം TVക്കൊപ്പം തുടരുക. എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. കേരള പോലീസിന്റെ ദൃഷ്ടി പദ്ധതി അവതാളത്തിൽ. ജില്ലാ പോലീസ് മേധാവിമാരും പൊതുജനങ്ങളുമായി സംവദിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് പാതി വഴിയിൽ അവസാനിച്ചത്. മേൽനോട്ടത്തിന് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും നടത്തിപ്പിലെ അപാകതയും പദ്ധതിയുടെ നടത്തിപ്പിന് തിരിച്ചടിയാകുന്നുണ്ട്. ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ശ്രീനന്ദ, വിവരങ്ങൾ. രാഖി, 4 വർഷം മുൻപാണ് ലോക്നാഥ് ബെഹ്റ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗം, വളരെ എളുപ്പത്തിൽ തന്നെ അത് അറിയിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം നേടുക എന്നൊരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുജനങ്ങൾക്കായി ഇത്തരത്തിലൊരു സംവിധാനം പോലീസ് മേധാവി മുന്നോട്ട് വെച്ചത്. ആ ഒരു സംവിധാനം കുറച്ചു നാളേക്ക് വളരെ നന്നായി തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് യാതൊരു തരത്തിലുമുള്ളൊരു മുൻതൂക്കമോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരത്തിൽ ഇപ്പോൾ നിരവധി കസ്റ്റഡി മർദ്ദനങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പുറത്തു വരുമ്പോഴും ഈ പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലൊരു സംവിധാനം, ദൃഷ്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് നമ്മൾ കുറച്ച് നാൾ, ഒരു 4 വർഷം മുൻപുള്ള സംഭവമാണിത്. എന്നാൽ നമ്മൾ കുറച്ച് നാളായി ഇതങ്ങനെ കേൾക്കുന്നില്ല. കാരണം അത്തരത്തിൽ ഈ ഒരു പദ്ധതി അവതാളത്തിലായിരിക്കും. പദ്ധതി പൂർണ്ണമായും നിലച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ആ സമയത്ത് ഒരു ദിവസം വൈകുന്നേരം, ശനിയാഴ്ച തോറും വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയാണ് വീഡിയോ കോൾ വഴിയും അതുപോലെ തന്നെ മറ്റ് ഓഡിയോ കോൾ വഴിയുമുള്ള മുഖേന പൊതുജനങ്ങൾക്ക് ഈ വകുപ്പ് മേധാവിമാരോട് നേരിട്ട് കാര്യങ്ങൾ സംവദിക്കാനും പ്രശ്നങ്ങൾ പറയാനുമുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ, ഒരു വർഷം അത് നന്നായി തന്നെ മുന്നോട്ട് പോയിരുന്നു. എല്ലാം തുടക്കത്തിൽ നന്നായി തന്നെ പോകും. ഒടുക്കത്തിൽ എത്തുമ്പോഴേക്കും അതിനൊരു പരിസമാപ്തി എന്ന രീതിക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വീണ്ടും ആ ഒരു പദ്ധതി മുന്നോട്ട് വരണമെന്നാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉയരുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം അത് ഉണ്ടായിരുന്ന സമയത്ത് സാധാരണ ജനങ്ങൾക്ക് വളരെയധികം അത് ഉപകാരപ്രദമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നതിന് ശേഷവും അത് നിലച്ചു പോകാനുള്ളൊരു കാരണം വ്യക്തമാക്കണമെന്നാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. വാട്സപ്പ് വഴിയും സ്കൈപ്പ് വഴിയുമൊക്കെ നവമാധ്യമങ്ങൾ വഴിയെല്ലാം ഇവർക്ക് വീഡിയോ കോൾ വഴിയും ഓഡിയോ കോൾ വഴിയെല്ലാം പോലീസ് അധികാരികളുമായി നേരിട്ട് സംവദിക്കാനുള്ളൊരു അവസരമായിരുന്നു. തിരുവനന്തപുരം, കോഴിക്കോട്, എല്ലാ ജില്ലകളിലും, മിക്ക ജില്ലകളിലും ഈ ഒരു സംവിധാനം മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ഇത് നടത്തി വന്ന് അതിനൊരു പ്രാമുഖ്യം അല്ലെങ്കിൽ അതിനൊരു മുൻനിരയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇതിന് വീണ്ടും ഒരു താഴ്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പദ്ധതി സാധാരണ ജനങ്ങൾക്ക് വളരെ ആശ്വാസമായി, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വളരെ ആശ്വാസമായിരുന്നു. അതിനുശേഷം
തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ DCPമാരും അതുപോലെ തന്നെ സമാന രീതിയിൽ സംവദിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇതും 2 മാസത്തേക്ക് 2-3 മാസം വരെയാണ് ഇതും നിലനിന്ന് പോയത്. അപ്പോൾ ഏത് പദ്ധതി പോലീസ് മേധാവിമാരും പൊതുജനങ്ങളുമായി സംവദിക്കാൻ ഒരു അവസരം ഒരുക്കുന്ന പദ്ധതിയാണ്. എന്തായാലും സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട പദ്ധതി പാതി വഴിയിൽ അവസാനിച്ചു എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. മേൽനോട്ടത്തിന് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും നടത്തിപ്പിലെ അപാകതയുമാണ് ദൃഷ്ടി പദ്ധതി നടത്തിപ്പിന് തിരിച്ചടിയായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മുടെ കമന്റ്സ് പരിശോധിച്ചാൽ അഞ്ജന കൃഷ്ണ എന്ന പ്രേക്ഷക നമസ്തേ പറഞ്ഞിട്ടുണ്ട്. സ്നേഹാന്വേഷണം തിരിച്ച് അറിയിക്കുകയാണ്. ഒപ്പം മഴയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ മഴ മുന്നറിയിപ്പ് ഉള്ളതായി അറിവില്ല. എന്തായാലും ജനം TVക്കൊപ്പം തുടരുക. മഴ മുന്നറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് വാർത്തകൾ എത്തുന്നതാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ കമൻസ് പരിശോധിച്ചാൽ മോഹൻദാസ് P എന്ന പ്രേക്ഷകൻ ജനം TVക്കും മറ്റ് ജീവനക്കാർക്കും ആശംസകൾ നേരുന്നുണ്ട്, ശുഭദിനം നേരുന്നുണ്ട്. ഒപ്പം തന്നെ പ്രകാശൻ വേലിക്കുട്ടി, പ്രസാദ്, അജു, മുരളീധരൻ P, ശശി, രാധാകൃഷ്ണൻ, അജിത് ഭാസ്കർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. എല്ലാവരോടും അന്വേഷണം അറിയിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വാർത്ത പരിശോധിക്കാം. കൊച്ചിയിലേക്കാണ്. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഒക്ടോബറിൽ കൊച്ചിയിലാകും ന്യൂനപക്ഷ സംഗമം നടക്കുക. അയ്യപ്പ ഭക്ത സംഗമം വിവാദമായതിനു പിന്നാലെ ന്യൂനപക്ഷങ്ങളെയും ഒപ്പം നിർത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. വിവരങ്ങൾ നിഷ ദിലീപ് നൽകും. നിഷ, ഇതെന്തിനുള്ള പുറപ്പാടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് ചോദിച്ചു പോകും. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇനി ന്യൂനപക്ഷ സംഗമം എങ്ങനെയാണ് ആ പരിപാടിയുടെ ഒരു വിവരങ്ങൾ? രാഖി, സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം വലിയ വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഘവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ന്യൂനപക്ഷ സംഗമവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒക്ടോബർ പകുതിയോടെ, ഏതാണ്ട് ഒക്ടോബർ 20-ന് മുൻപായി കൊച്ചിയിലോ കോഴിക്കോടോ വെച്ചിട്ടായിരിക്കും ഈ ഒരു സംഗമം നടത്തുക. കൊച്ചിയിൽ നടത്താനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. എന്തായാലും ഇതിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത്. സർക്കാർ ഇവർക്കൊപ്പമാണ് എന്ന്, അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെയാണ് എന്നുള്ള ഒരു വരുത്തി തീർക്കൽ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമം നടത്തുന്നത്. ഇതിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ന്യൂനപക്ഷ സംഗമത്തിന് എത്തിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് കൊച്ചി MLA ആയ KJ മാക്സിക്കാണ്. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു MLAക്ക് മുസ്ലിം സമുദായങ്ങളെ സംഗമത്തിനെത്തിക്കാനുള്ള ചുമതലയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതാരാണ് എന്നുള്ള ഈ പേര് പുറത്തു വന്നിട്ടില്ല. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നത് KJ മാക്സി MLA ആണ്. MLA തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ന്യൂനപക്ഷ ബോർഡാണ് ഇത്തരത്തിൽ ദേവസ്വം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ന്യൂനപക്ഷ വകുപ്പാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇതിനുള്ള പ്രാരംഭ നടപടികളെല്ലാം തന്നെ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് ഈ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അക്കാര്യങ്ങൾ ആ യോഗമൊക്കെ നടക്കും. ഇതിൻ്റെ പ്രാഥമിക യോഗം ഈ മാസം 20-ന് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പുകളുമുണ്ട്. എന്തായാലും മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ന്യൂനപക്ഷ സംഘവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി നടക്കുന്ന സെമിനാറുകളുണ്ട്. ഇതെല്ലാം മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ്. ഏകദേശം 33 സെമിനാറുകൾ ഈ ഒരു സംഗമത്തിൻ്റെ ഭാഗമായി നടത്തും എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഇതിൽ ക്ഷണിക്കപ്പെട്ട 1500 പ്രതിനിധികളെ ഈ സംഗമത്തിന് എത്തിക്കാനുള്ള ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. എന്തായാലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ ഈ ഒരു സംഗമത്തോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ ന്യൂനപക്ഷ സമുദായ നേതാക്കന്മാരുമായിട്ടൊക്കെ ഇക്കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സംസാരിക്കും. എന്തായാലും അയ്യപ്പ സംഗമം ബാലൻസ് ചെയ്ത ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടി ഒപ്പം നിർത്തുന്നു എന്നുള്ള ഒരു കാര്യം വരുത്തി തീർക്കുക എന്നൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമവുമായി സർക്കാർ രംഗത്തെത്തിയിട്ടുള്ളത്. രാഖി. ശരി നിഷ, എന്തായാലും അയ്യപ്പ ഭക്ത സംഗമം എന്ന വിവാദമായ പരിപാടിക്ക് ശേഷം സർക്കാർ ന്യൂനപക്ഷങ്ങളെയും ഒപ്പം നിർത്താനുള്ള ഒരു നീക്കത്തിലാണ് എന്നുള്ളതാണ്. അതിനുവേണ്ടി ന്യൂനപക്ഷ സംഗമം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിഷ ദിലീപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
വാർത്തകളിലേക്ക്. ഡെറാഡൂണിൽ മലയാളി ജവാൻ മരിച്ച നിലയിൽ. തിരുവനന്തപുരം നേമം സ്വദേശി ബാലു എസ് ആണ് മരിച്ചത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ സ്വിമ്മിംഗ് പൂളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജയ്പൂരിൽ ഹവൽദാർ ആയിരുന്നു. വിവരങ്ങൾ നൽകാനായി ശ്രീനന്ദയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീനന്ദ, എന്താണ് സംഭവിച്ചത്? രാഖി, ജയ്പൂരിലായിരുന്നു ഹവീൽദാർ ആയിരുന്നു ഈ ബാലു എസ്. തിരുവനന്തപുരം നേമം സ്വദേശിയാണ്. ഇദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം ഹവീൽദാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിൽ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ സ്വിമ്മിംഗ് പൂളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇയാളും മറ്റുദ്യോഗസ്ഥരും കൂടി ഒരു ലെഫ്റ്റനന്റ് പദവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പരിശീലനം നടക്കുകയായിരുന്നു. ആ സമയത്ത് എല്ലാവരോടും കൂടിയാണ് ഇദ്ദേഹവും ആ സ്വിമ്മിംഗ് പൂളിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത്. ശേഷം മറ്റ് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ തിരികെ പോവുകയും ഇദ്ദേഹം കുറച്ച് മണിക്കൂറുകൾ കൂടി പരിശീലിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയുമാണ് ചെയ്തതെന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭ്യമായ വിവരം എന്ന് പറയുന്നത്. ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷം ഇദ്ദേഹത്തെ കാണാതായതോടെ മറ്റ് ഉദ്യോഗസ്ഥർ കൂടെയുള്ള സഹപ്രവർത്തകർ വന്ന് നോക്കിയപ്പോഴാണ് സ്വിമ്മിംഗ് പൂളിൽ ഇദ്ദേഹത്തിന്റെ മരിച്ച ശരീരം കണ്ടെത്തുന്നത്. എന്താണ് മരണകാരണം എന്ന് വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവിക മരണമാണോ, അല്ലെങ്കിൽ അസ്വാഭാവികതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും തിരുവനന്തപുരം നേമം സ്വദേശിയാണ് ഇദ്ദേഹം. ബാലു എന്നാണ്. 33 വയസ്സുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അവിടെ ഹവീൽദാർ പദവിയിലായിരുന്നു. ലെഫ്റ്റനന്റ് പദവിയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിശീലനത്തിനിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും മരണകാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ജവാനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമമായി പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രാഖി. ശരി ശ്രീനന്ദ. ഡെറാഡൂണിൽ മലയാളി ജവാനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം നേമം സ്വദേശിയായ ബാലു എസ് ആണ് മരിച്ചത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ സ്വിമ്മിംഗ് പൂളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ജയ്പൂരിൽ ഹവിൽദാർ ആയിരുന്നു. ശ്രീനന്ദ SP ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നമ്മുടെ അജിത് ഭാസ്കർ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, നേരത്തെ അഞ്ജനയുടെ കമന്റ് മഴ മുന്നറിയിപ്പുണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് കേരളത്തിൽ അടുത്ത മണിക്കൂറിൽ കേരളത്തിൽ അങ്ങ് പോലീസ് മർദ്ദന പെരുമഴ ഉണ്ടാകാൻ സാധ്യതയെന്ന്. അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കണം അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പരിഹാസ കമന്റ് ഇട്ടത്. എന്തായാലും നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. സുബിനുണ്ട്. ഇടുക്കി ഉടുമ്പന്നൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമം. ടൗണിൽ കെട്ടിയിരുന്ന കൊടികൾ CPM പ്രവർത്തകർ നശിപ്പിച്ചു. ഇത് ചോദ്യം ചെയ്തവരെ കയ്യേറ്റം ചെയ്തതായും പരാതി. വാഹനം അടിച്ചു തകർക്കാനും ശ്രമം നടന്നു. വിവരങ്ങൾ നൽകാനായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഈ ഉടുമ്പന്നൂർ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ കൊടിതോരണങ്ങൾ കെട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ RSS പ്രവർത്തകർ. ഇവർ ഈ കൊടി കെട്ടി പോരുന്നതിന് പിന്നാലെയാണ് ഈ CPM പ്രവർത്തകരായിട്ടുള്ള 2 പേർ, അതായത് അൽഫിത്ത് സലീം അതുപോലെ തന്നെ അനന്തു എന്നിവർ ഈ കൊടികൾ ഒടിച്ചു കളയുകയും ഈ കൊടിതോരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഒരു പരാതി വരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഈ RSS പ്രവർത്തകരോട് എത്തി ഈ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായാണ് ഈ ഒരു ആക്രമണം തന്നെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു വാഹനം അടിച്ചു തകർക്കാനുള്ള ശ്രമം നടക്കുകയും ഈ RSS പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം അവിടെ നടക്കുകയും ചെയ്തു. ഉടൻ തന്നെ പോലീസിൽ ഇവർ വിവരം അറിയിക്കുകയും ചെയ്തു. ഏറെ നേരം ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ഈ അൽത്തിഫും അതുപോലെ തന്നെ അനന്തവും അവിടെ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മർദ്ദനത്തിലേക്ക് അല്ലെങ്കിൽ ഈ RSS പ്രവർത്തകരെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടുമ്പന്നൂർ മേഖല കേന്ദ്രീകരിച്ച് ഉടലെടുത്തിട്ടുണ്ട്. ഇവർ മുമ്പും ഈ സമാനമായ ഉത്സവങ്ങൾ തകർക്കുന്നതിനും ഇത്തരത്തിലുള്ള RSSന്റെ പരിപാടികൾ അലങ്കോലപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഇതിനു മുമ്പും ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്നുള്ള ആളുകൾ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോൾ കരിമണ്ണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി സുബിൻ. ഇടുക്കി ഉടുമ്പന്നൂരിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അലങ്കോലപ്പെടുത്താനുള്ള CPMന്റെ ശ്രമം നടന്നത്. ടൗണിൽ കെട്ടിയിരുന്ന കൊടികൾ CPM പ്രവർത്തകർ നശിപ്പിച്ചു. ഇത് ചോദ്യം ചെയ്തവരെ കയ്യേറ്റം ചെയ്തതായും പരാതി ഉയർന്നിട്ടുണ്ട്. വാഹനം അടിച്ചു തകർക്കാനുള്ള ശ്രമവും നടന്നു എന്നുള്ളതാണ്. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബീഹാറിന് പിന്നാലെ കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ അന്തിമ പ്രഖ്യാപനം നടത്തും.
SIR നടപ്പാക്കും മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും വിളിക്കും. വിവരങ്ങൾ നൽകാനായി പ്രജിത് മോഹനനാണ് ചേരുന്നത്. പ്രജിത്ത്, വളരെ നിർണായകമായ ഒരു നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ബീഹാറിൽ ഇത്തരത്തിൽ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നു എന്ന് വന്നപ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കണമെന്ന ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നതാണ്. എന്തായാലും കേരളത്തിൽ അത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രജിത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ബീഹാറിന് പിന്നാലെയാണ് കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്ത് വരുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ അന്തിമ പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ്. പ്രജിത് മോഹനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രജിത്ത്, ഞാൻ പറയുകയായിരുന്നു, നേരത്തെ ബീഹാറിൽ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്ന് വന്നപ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും തീവ്ര പരിശോധന വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നതാണ്. എന്തായാലും കേരളത്തിൽ ഇനിയൊരു അനുമതി ലഭിക്കണം. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടപ്പിലായി തുടങ്ങും. എങ്ങനെയാണ് വിവരങ്ങൾ? 2002 ശേഷം ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കേരളവും കടക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാകുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബീഹാറിൽ SIR നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ SIRന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ച അതേ സമയത്ത് തന്നെ കേരളത്തിലും ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന, അല്ലെങ്കിൽ അത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നതും. കാരണം ഇത് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി ചർച്ചകൾ നടത്തിയിരുന്നു, ചില യോഗങ്ങൾ ചേർന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് SIRന്റെ നടപടിക്രമങ്ങൾ കേരളത്തിലും ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബീഹാറിലെ വോട്ടെടുപ്പ് പട്ടികയിലെ പരിഷ്കരണം അത് രാജ്യം മുഴുവൻ ചർച്ചയാകുകയും കോടതിയിൽ വരെ എത്തി നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് കേരളത്തിലും സമാനമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനങ്ങളിലായിരിക്കും, പെട്ടെന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലായിരിക്കും SIR പ്രധാനമായും നടപ്പിലാക്കുക. അങ്ങനെ കേരളവും തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളുമൊക്കെ ഈ പറയുന്ന ഘട്ടത്തിൽ SIR നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ആധാർ അടക്കമുള്ളവ SIRന്റെ ഭാഗമാക്കുന്ന നിർദ്ദേശങ്ങൾക്കൂടെ ഒപ്പമായി SIRമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൻ്റെ ഭാഗമായി കേരളത്തിലും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അനുമതി ലഭ്യമാകുന്നതോടെ SIRനെ പൂർണ്ണമായി അത് നടപ്പിലാക്കുന്ന രീതിയിലേക്കുള്ള നടപടിക്രമങ്ങളുമായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനവും മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പലപ്പോഴും പല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഫലങ്ങളെപ്പോലും അട്ടിമറിക്കുന്ന രീതിയിൽ കള്ളവോട്ടുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് K. സുരേന്ദ്രന്റെ തോൽവിയും പിന്നീടുണ്ടായ നിയമ നടപടികളിലൂടെയൊക്കെ വ്യക്തമായതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് തടയിടാൻ കഴിയുന്ന ഒരു നടപടിക്രമത്തിലേക്കാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കമുള്ളവർ പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. മരിച്ചുപോയവർ, സ്ഥിരതാമസക്കാരല്ലാത്തവർ തുടങ്ങിയിട്ടുള്ള ഈ വോട്ടർ പട്ടികയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സംസ്ഥാനത്തുണ്ടാകുന്ന ക്രമക്കേടുകൾ അത് പരിഹരിക്കാൻ കൂടി SIR നടപ്പിലാക്കുന്നതോടെ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ കേരളത്തിലും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ സഖ്യം സ്ട്രോങ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയായ കേരളത്തിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ വഴിവെക്കുമെന്നുള്ളതും ഉറപ്പാണ്. ശരി പ്രജിത്ത്, എന്തായാലും SIR നടപ്പാക്കും മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമടക്കം വിളിക്കും എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകിയത് പ്രജിത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് വ്യാപക തട്ടിപ്പാണ് നടക്കുന്നത്. ജനം TV വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ പ്രതികരണം. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ വ്യാപക ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് തിരുവനന്തപുരം വികാസ് ഭവന്റെ വിലാസം. നൽകുന്ന ലോട്ടറി ടിക്കറ്റുകളിൽ സർക്കാർ മുദ്രയും ഡയറക്ടറുടെ ഒപ്പുമടക്കമുണ്ട്. സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള ഓൺലൈൻ ലോട്ടറി സംവിധാനവും ഇല്ല എന്നും തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ജനം TVയോട് പറഞ്ഞു. കേരളത്തിൽ 100% സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ലോട്ടറിയാണ്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാണ്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉത്തരവാദിത്തമുള്ള സീലടിച്ച് കൊടുക്കുന്ന സാധനങ്ങളും അതുവഴിയുള്ള സംവിധാനം അല്ലാതെ വേറൊന്നുമില്ല. ഓൺലൈൻ ലോട്ടറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ശുദ്ധ തട്ടിപ്പാണ്.
അത്തരം കേസുകൾ സർക്കാരിൻ്റെ ശ്രദ്ധ വന്നിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പേര് കർശനമായ നടപടി ഉണ്ടാവും. ഓൺലൈൻ തട്ടിപ്പുകൾ പല രീതിയിൽ നടക്കുന്നുവെന്നും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇതുപോലുള്ള തട്ടിപ്പുകളുണ്ട്. അത് കണ്ട് കിട്ടുന്നവർ അല്ലെങ്കിൽ അത് കാണുന്നവർ അപ്പം തന്നെ പരാതി കൊടുക്കുകയും നടപടിയെടുപ്പിക്കണം. സൈബർ വിങ് ആണിത്. സൈബർ വിങ് അന്വേഷിക്കാം. പക്ഷേ ഇവർ ലോകത്തെ വലിയ തട്ടിപ്പുകാരന്മാരാണെന്നുള്ളൊരു ഗുണമുണ്ട്. അത് അവരതൊക്കെ വെച്ചിട്ട് തട്ടിക്കാൻ ശ്രമിക്കും. തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും ലോട്ടറി തട്ടിപ്പ് നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തി പണം കൈപ്പറ്റി വാട്സപ്പ് വഴി ലോട്ടറി ടിക്കറ്റ് അയച്ചാണ് തട്ടിപ്പ്. നിരവധി പേരാണ് ഇതിനോടകം ഈ വലയിൽപ്പെട്ടത്. പോലീസിലെ സൈബർ വിഭാഗം തട്ടിപ്പുകാർക്കെതിരെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം. ഇനി നമ്മൾ പോകുന്നത് മിസോറാമിലേക്കാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വൻ മലനിരകൾ നിറഞ്ഞ മിസോറാമിലേക്കും റെയിൽപാത നിർമ്മിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമഗ്ര വികസനമാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. മിസോറാം റെയിൽപാത പ്രധാനമന്ത്രി നേരിട്ടെത്തി നാളെ ജനങ്ങൾക്കായി സമർപ്പിക്കും. ഇച്ഛാശക്തി കൊണ്ട് മാത്രം പൂർത്തിയാക്കിയ മിസോറാം റെയിൽപാതയുടെ വിശേഷങ്ങളാണ് പുത്തൻപുലരിയിൽ. ഇനി രാജീവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം കൊണ്ട് ശ്രദ്ധേയമാണ് മിസോറാം. തലയുയർത്തി നിൽക്കുന്ന ഒട്ടനവധി മലനിരകളാണ് മിസോറാമിൻ്റെ പ്രത്യേകത. ആ മലനിരകളെ കീറിമുറിച്ചാണ് ഈ റെയിൽപാളം ഇങ്ങനെ കടന്നു പോകുന്നത്. NDA കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെയിൽപാത എന്ന സ്വപ്നത്തിന് ചിറക് വിരിച്ചത്. സ്വപ്നം എന്ന് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല. ഈ മലനിരകൾ കടന്ന് ഇവിടേക്ക് ട്രെയിൻ എത്തുമെന്നത് മിസോറാം നിവാസികൾ സ്വപ്നം പോലും കണ്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്രമേൽ വെല്ലുവിളികളാണ് പാതയുടെ നിർമ്മാണത്തിൽ ഇവിടെ റെയിൽവേയും നേരിട്ടത്. വർഷത്തിൽ 8 മാസത്തോളം നീളുന്ന കനത്ത മഴ, അതിശൈത്യം, തുടർച്ചയായ മണ്ണിടിച്ചിൽ, ഇങ്ങനെ നീളുന്നു പ്രതിസന്ധികൾ. വർഷത്തിൽ പലപ്പോഴും 4 മാസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത്. കൊടുന്തണുപ്പിലും ആ സമയത്ത് റെയിൽവേ ജീവനക്കാർ വിശ്രമമില്ലാതെ ജോലിയെടുത്തു. മിസോറാമിലെ സാരംഗിൽ റെയിൽവേ നിർമ്മിച്ച ഈ പാലം കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം വലിയ വെല്ലുവിളികളാണ് റെയിൽവേ ഈ പാതയുടെ നിർമ്മാണത്തിൽ നേരിട്ടതെന്ന്. വനങ്ങളാൽ ചുറ്റപ്പെട്ട മേഖലകളിൽ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതും വെല്ലുവിളിയായി. 51.38 കിലോമീറ്റർ നീളത്തിലാണ് റെയിൽപാത മലനിരകളിലൂടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു പാത യാഥാർത്ഥ്യമാകുമ്പോൾ അതിനു പിന്നിൽ ഒട്ടേറെ പേരുടെ ഇച്ഛാശക്തി കൂടിയുണ്ട്. തോൽപ്പിക്കാൻ നോക്കിയ പ്രകൃതിയെ പുഞ്ചിരിയോടെ നേരിട്ടവർ, പിന്മാറാൻ ഒരുക്കമല്ലെന്ന പ്രവൃത്തിയിലൂടെ മാത്രം തെളിയിച്ചു തന്നവർ. ഇവർക്കൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും ഇന്ത്യൻ റെയിൽവേയുടെയും അകമഴിഞ്ഞ പിന്തുണ കൂടിയാണ് ഈ വലിയ നേട്ടങ്ങൾക്ക് പിന്നിൽ. Actually, if it is a very strong, only cutting will be the difficulty. Now here the rocks are soft and porous, and siltstone soft land is there. So once we cut that rock, so you can see that again it has to be put a concrete and grouting to be done and to strengthen that existing rock. Normally it will be strengthened by the nature, by the trees and these things. Then we need to do over and above, technically we need to do that. And the manpower side, local trained manpower is not available, being inexperience of infrastructure work in this area. So we need to bring the laborer from the other side, like Bihar, Orissa, Tamil Nadu or Delhi somewhere. So those manpower, there is a problem to retain them here because of the facilities, availability of non-availability of these facilities. So they often
go back to their native, they will not come back. And it is a project itself, it's a 2014 we started, and it will continue to work in so many years. So the laborer also keep on having going, and again new laborers should be brought in. And the heavy machinery is also not available in this area to hire or something. So those machineries also we have to brought it from the long distances. And if anything in between the heavy machineries got repaired, again I need to have a trained manpower from the other places. It need to come and go. So overall it is a very, very costly work to execute. These are all brings more challenges to the work. So railway intended to complete it at any cost, irrespective of these difficulties. അൻപത് തുരങ്കങ്ങളും 150ഓളം പാലങ്ങളും നിർമ്മിച്ചാണ് മിസോറാം തലസ്ഥാനമായ ഐസോളിനെ കൂടി റെയിൽവേ സ്വന്തമാക്കിയത്. ഇതിൽ നിന്ന് തന്നെ എത്രത്തോളം വെല്ലുവിളികൾ റെയിൽവേ നേരിട്ടുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ പാത നിലവിൽ വരുന്നതോടെ മിസോറാമിലെ ജനങ്ങളുടെ യാത്രാസമയവും ചെലവും ഗണ്യമായി കുറയും. അസമിലെ സിൽച്ചാറിൽ നിന്നും 3 മണിക്കൂർ കൊണ്ട് മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിലേക്ക് എത്താൻ കഴിയും. ചെങ്കുത്തായ മലനിരകളിലൂടെ നിലവിൽ റോഡ് മാർഗം 12 മണിക്കൂർ സഞ്ചരിച്ചാണ് ഐസ്വാളിൽ എത്താൻ കഴിയുക. This line is mainly connecting, the aim of this line is connecting the entire northeast to the Guwahati. Guwahati was Assam headquarters, was the end of our, that is the entry point of the north frontier area. So we want to further extend deep into the all the states of the north east line. So now this line exactly connects the Aiswal. It is a very around 15 kilometer away from the main thing, but this is where the main area, closer to airport also. So now by using the earlier from the Silchar only the people used to come by the road. It takes a lot of time, around 10 hours or 12 hours used to take it. So people will be facing difficulty. The tourist can come only through the airport, and by road they are not preferring due to the long journey and uncertainty in the roads. So now it has been cleared. So now the Mizoram state headquarter is in the railway map. ഈ ട്രെയിൻ സൈറങ്കിൽ നിന്ന് നീങ്ങുന്നത് ചരിത്രത്തിലേക്ക് കൂടിയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയത് യാഥാർത്ഥ്യമാക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടി റെയിൽവേയുടെ ഭാഗമാക്കുമ്പോൾ ഇവിടുത്തെ സമ്പൂർണ്ണമായ വികസനം കൂടിയാണ് റെയിൽവേയും അതുപോലെ കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നത്. മ്യാൻമാറുമായും ബംഗ്ലാദേശുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് മിസോറാം. അതുകൊണ്ട് തന്നെ സായുധ സേനകൾക്കും ഈ റെയിൽപാത ഏറെ ഗുണകരമാണ്. സൈന്യത്തിന് അതിവേഗം അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാനും സാധന സാമഗ്രികൾ ഇവിടെ എത്തിക്കാനും കഴിയും. മിസോറാമിലെ ടൂറിസം സാധ്യതകൾക്കും ഈ റെയിൽപാത പുത്തൻ ഉണർവേകുമെന്ന കാര്യത്തിൽ സംശയമില്ല. യാത്രാക്ലേശം പരിഹരിക്കപ്പെടുന്നതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ഇവിടേക്ക്. ഈ മലനിരകൾ തന്നെയാണ് മിസോറാമിലേക്ക് വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നത്. എന്നാൽ യാത്രാച്ചെലവ് കൂടുതലായതിനാൽ അത്ര വലിയ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇവിടേക്കില്ല. തണുപ്പും കോടമഞ്ഞു പുതച്ച വൻ മലനിരകളും ഗോത്രവർഗ സംസ്കാരവുമൊക്കെ മിസോറാമിൻ്റെ പ്രത്യേകതയാണ്. പുതിയ റെയിൽപാത വരുന്നതോടെ കുറഞ്ഞ ചെലവിൽ ഇവിടെയെത്തി വിനോദസഞ്ചാരികൾക്ക് മിസോറാമിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയും. പരീക്ഷണ ഓട്ടത്തിനായി ട്രെയിൻ എത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ഈ ആവേശം. ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ട്രെയിൻ കാണാനായി ഗ്രാമവാസികൾ എത്തും.
ബോഗികളിൽ തൊട്ടുനോക്കി നിന്നവരെ കോച്ചിനുള്ളിലേക്ക് കടത്തിവിട്ട റെയിൽവേയും ഇവരുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുന്നു. ഇവിടെ സെൽഫി എടുത്തും മറ്റും സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ആഘോഷമാക്കുകയാണ് മിസോറാം ജനത. ചരിത്രത്തിലാദ്യമായാണ് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിലേക്ക് ഒരു ട്രെയിൻ എത്തുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് മിസോറാം ജനതയും. ആ ട്രെയിനിലെത്തി സെൽഫി എടുത്തും മറ്റും ആഘോഷങ്ങൾ പങ്കുവെക്കുന്ന കുടുംബങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2014 നവംബറിലാണ് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത്. 8,000 കോടി രൂപയ്ക്ക് മുകളിൽ ഈ റെയിൽപാത നിർമ്മാണത്തിന് ചെലവായി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമഗ്രമായ വികസനം കൂടിയാണ് വെല്ലുവിളികൾ മറികടന്നും ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. So it is the entire money is given by the central government. It is a railway project. There is no other contribution. It is a railway project. It is a 8,000 crore, 8,075 crore approximately it has been spent. It's going on. Fund-wise there is no crunch. Only the projects, the feasible, strategically important, socially, economically important projects we continue to execute. മറ്റു സംസ്ഥാനങ്ങളിലും കൂടുതൽ പാതകൾ തുറക്കുന്നതോടെ 2030-നകം വികസനത്തിൽ വൻ കുതിപ്പ് ഇവിടേക്ക് എത്തിക്കാൻ കഴിയും. മിസോറാമിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ഈ റെയിൽപാത രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തും. അതിനായുള്ള കാത്തിരിപ്പിലാണ് മിസോറാം ജനത. പ്രശസ്ത മനോരോഗ വിദഗ്ധൻ ഡോക്ടർ KS മോഹനൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് ചികിത്സയിലായിരുന്നു. മോഹൻ ഭാഗവത്, പ്രവീൺ തൊഗാഡിയ തുടങ്ങിയവരുമായി ആത്മബന്ധം പുലർത്തിയ വ്യക്തിയായിരുന്നു. 11 മണിയോടെ കൂത്തുപറമ്പിലെ സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ പറയൂ. രാഖി, പ്രശസ്ത മനോരോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ KS മോഹനനാണ് വിടവാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഈ ചികിത്സ കഴിഞ്ഞ് ഇന്ന് രാവിലെ വീട്ടിലേക്ക് മടങ്ങി എത്തിയതായിരുന്നു. വീട്ടിൽ വെച്ച് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും മരണപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലും ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ഡോക്ടർ മാത്രമല്ല, നിരവധി പുസ്തകം ഇദ്ദേഹം രചിച്ചിട്ടുമുണ്ട്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അക്രമത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ബലിദാനികളെ കുറിച്ചൊരു ചരിത്ര പുസ്തകം രചിച്ച ഒരാൾ കൂടിയാണ്. മാത്രമല്ല, പഴശ്ശിരാജയെക്കുറിച്ച് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ചരിത്ര രേഖകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തെ തേടി എത്തുന്ന, ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് എന്നും ആശ്വാസവും തണലും കൂടിയായിരുന്നു ഇദ്ദേഹം. എല്ലാ രീതിയിലും അവർക്ക് പിന്തുണ നൽകി, സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകി, സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം തന്നെയായിരുന്നു ഈ ഡോക്ടർ KS മോഹനൻ്റെ ജീവിതത്തിലുടനീളമുള്ള യാത്ര എന്ന് പറയുന്നത്. കൃത്യമായി സമൂഹത്തിൻ്റെ ഇടയിലേക്ക്, സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. പക്ഷെ ആ കാലഘട്ടത്തിലും അദ്ദേഹം ഇതിനൊന്നും ഒരു രീതിയിലുമുള്ള പബ്ലിസിറ്റി, താൻ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കും ഒരു രീതിയിലുമുള്ള പബ്ലിസിറ്റി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല, അത് നൽകുകയും ചെയ്തിരുന്നില്ല. അദ്ദേഹം എത്രത്തോളം സാധാരണക്കാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിലവിൽ അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള വീടായിട്ടുള്ള ഈ തൊണ്ടയാട് ബൈപ്പാസിനടുത്തുള്ള സാകേതം എന്ന വീട്ടിലേക്ക് ആളുകൾ എത്തുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹം എത്രത്തോളം ആളുകൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണക്കാർ തന്നെയാണ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതാണ്. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. മറ്റൊന്ന്, കണ്ണൂരിലാണ് ഇദ്ദേഹം ജനിച്ച് വളർന്നത്, കണ്ണൂരിലാണ് വീട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിലെ കൂത്തുപറമ്പിലെ സ്വവസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം ഉച്ചയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ട ഒന്ന്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായൊരു അക്രമത്തെക്കുറിച്ചും ആ അക്രമത്തിൽ ബലിദാനികളാകേണ്ടി വന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിലെ അവരെക്കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു ചരിത്രരേഖ തയ്യാറാക്കിയത് കേരളത്തിൽ തന്നെ ഇദ്ദേഹം മാത്രമായിരിക്കും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിലെ കൂത്തുപറമ്പിലെ സ്വവസതിയിലേക്ക് മൃതദേഹം ഡോക്ടർ KS മോഹനൻ അന്തരിച്ചു. കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ബന്ദിമോചനത്തെ ബാധിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മധ്യസ്ഥ രാജ്യമായ ദോഹയിൽ നടന്ന ആക്രമണം അറബ് രാജ്യങ്ങൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. വിവരങ്ങളുമായി ചേരുന്നത് ഐസൻ ജോസാണ്. ഐസൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? വാക്കിലാണ് അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, രണ്ട് വിഷയങ്ങളാണ് ഈ പ്രശ്നത്തിലുള്ളത്. ഒന്ന്, അറബ് രാജ്യങ്ങളുടെ എതിർപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഒരു നയതന്ത്ര പ്രശ്നം ഉദിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് 6 ഹമാസ് ഭീകരരാണ് ദോഹയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദോഹയിലേക്ക് ഇസ്രയേൽ അയച്ച മിസൈലുകളിൽ 6 പേർ കൊല്ലപ്പെട്ടവരിൽ ചിലരെല്ലാം അതായത് 1-2 പേരെല്ലാം തന്നെ അതിലൊരു പ്രധാന വ്യക്തി ഉൾപ്പെടെയുള്ളവർ കൃത്യമായും ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത നടപടി ഉണ്ടായത് എന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പരസ്പരം വലിയ വെല്ലുവിളികൾ ഉയർത്താനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ബന്ദികളുടെ മോചനം വൈകുമെന്ന ഒരു ആശങ്ക മുന്നോട്ട് വരികയും ചെയ്തത്. ഈ ബന്ദികളുടെ മോചനം വൈകുമെന്ന ആശങ്ക വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിശദീകരണം ട്രംപ് മാധ്യമ പ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തത്. ശരി ഐസൻ. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായ ആലപ്പുഴയിൽ നടന്നുവരുന്ന സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകൾ സംബന്ധിച്ച ചർച്ചകളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇന്ന് രാവിലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകും. സുധീഷ് ഗോപാലുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, പറയും. രാഹി, ഇന്ന് CPIയുടെ സംസ്ഥാന സമ്മേളനം അവസാനിക്കുകയാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നു വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ റിപ്പോർട്ടിൻ്റെയും പ്രവർത്തന റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിൽ സംസ്ഥാന സർക്കാരിലെ തന്നെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും അടക്കം രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്നലെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടിനുള്ള മറുപടിയും നൽകിയിരുന്നു. ഇനിയും പ്രവർത്തന റിപ്പോർട്ടിന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് മറുപടി നൽകും. അതിനുശേഷമാവും പുതിയ കൗൺസിലിനെ തെരഞ്ഞെടുപ്പും സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. നിലവിലെ സെക്രട്ടറിയായ ബിനോയ് വിശ്വം തന്നെ തുടരാനാണ് സാധ്യത. സംസ്ഥാന കൗൺസിലിൽ നിന്നും പ്രമുഖ നേതാക്കളായ അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ അടക്കമുള്ള നിരവധി പേരെ ഒഴിവാകും. പ്രായപരിധി തുടരുക, പ്രായപരിധി 75-ന് മേലുള്ളവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ആ നിബന്ധന അത് തുടരാൻ തന്നെ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ പ്രമുഖരായ 10 പേര് കൗൺസിലിൽ നിന്നും ഒഴിവാകും. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 20% പേർ പുതിയ ആൾക്കാരാവണം എന്നൊരു നിബന്ധനയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ 10 പേരിൽ കൂടുതൽ ഒഴിയാനാണ് സാധ്യത. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ കൗൺസിലിൻ്റെ പ്രഖ്യാപനവും തുടർന്ന് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടക്കും. എക്സിക്യൂട്ടീവും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി തെരഞ്ഞെടുപ്പും പാർട്ടി കോൺഗ്രസിന് ശേഷമാവും നടക്കുക. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ന് ബിനോയ് വിശ്വത്തിനെതിരെ അടക്കം ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ, ഈ ഒരു സമീപനത്തിൽ തുടരാൻ യോഗ്യനല്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സർക്കാരിന് പേരുദോഷമുണ്ടാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അതിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇന്നലെ തന്നെ മറുപടി നൽകിയിരുന്നു. എന്നാൽ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറുപടി ഇന്ന് ബിനോയ് വിശ്വം നൽകുകയാണ്. വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, അത് പ്രത്യേകിച്ചും CPMൻ്റെ നേതൃത്വത്തിൽ CPIക്ക് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിലടക്കം വലിയ ഇരട്ടത്താപ്പ് ഇല്ലെങ്കിൽ ചിറ്റമ്മ നയമാണ് തുടരുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനൊക്കെ ഇന്നലെ പ്രകാശ് ബാബു മറുപടി നൽകിയെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ കൂടി ബിനോയ് വിശ്വത്തിൻ്റെ ഒരു മറുപടി ഇപ്പോൾ ഇതിലെ പ്രതിനിധികളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും CPMൻ്റെ സമീപനങ്ങൾ, അത് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ സമീപനമല്ല വേണ്ട. CPMൻ്റെ തന്നെ സമീപനം കൃഷി വകുപ്പിലായാലും സിവിൽ സപ്ലൈസ് വകുപ്പിലായാലും എല്ലാം എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമാണ് പ്രതിനിധികൾ ഉയർത്തിയത്. അത് എല്ലാം തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ് പ്രതിനിധികൾ ഉയർത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് വൈകിട്ട് സമാപന സമ്മേളനത്തോടെയാണ് ഈ സമ്മേളന നടപടികൾ പൂർത്തിയാകുന്നത്. ആലപ്പുഴയിൽ നടന്നു വരുന്ന CPI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. നേതൃത്വത്തിന് രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം. സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ പത്തനംതിട്ട സർക്കാർ ജനറൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം.
ഓമല്ലൂർ സ്വദേശികളായ ദമ്പതികളുടെ 7 വയസ്സുകാരനായ മകനെ ചികിത്സിച്ചതിൽ ഗുരുതര വീഴ്ചയെന്നാണ് പരാതി. സൈക്കിളിൽ നിന്ന് വീണ് കയ്യിന് പരിക്കേറ്റ കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല. മുറിവും ചതവും ചികിത്സിക്കാതെ പ്ലാസ്റ്റർ ഇട്ട് വിട്ടു. കുട്ടിയുടെ കൈ പഴുത്ത് വ്രണമായതോടെ ചികിത്സിക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതെന്ന് പിതാവ് മനോജ് പറയുന്നുണ്ട്. കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നും പിതാവ് പറയുന്നുണ്ട്. ആദ്യം ആ പ്രതികരണം കാണാം. കുഞ്ഞല്ലേ, അസ്ഥികരിച്ച പിന്നെ വലിയ ഇതൊന്നുമില്ല, അത് കിടക്കട്ടെ, നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം മനോജെന്ന് പറഞ്ഞു. നമ്മളത് കേട്ട് തിരിച്ചിഞ്ഞു പോന്നു. പിറ്റേ ആ ചൊവ്വാഴ്ച അടുക്കാറായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച ആയപ്പോൾ കൈക്ക് നല്ല വേദനയായി, നീരുമായി, പഴുപ്പായി. അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവര് ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, ഇത് അടിച്ചു കണ്ടേ പറ്റുമോ. നമ്മൾ നിൽക്കുന്ന ഒരു ഓർത്തോടെ ഡോക്ടർ സാറിന്റെ കൂടെ സാറുമായിട്ട് സംസാരിച്ച് സാറിന് അപ്പം കുഞ്ഞിന്റെ കൈ കാണണമെന്ന് പറഞ്ഞു. ആ സാറിന് കുഞ്ഞിന്റെ കൈയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞാൽ അത് പൊട്ടിക്കാൻ പറഞ്ഞു, പ്ലാസ്റ്റർ പൊട്ടിച്ച് കളയാൻ പറഞ്ഞു. അപ്പൊ അവര് സമ്മതിച്ചില്ല. പിന്നെ ഡോക്ടർ അവർ മേഡം സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിച്ചു. മറ്റേ ഡോക്ടർ ആയിരിക്കും, അവര് ആ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കറിയത്തില്ലല്ലോ, ഡോക്ടർമാരുടെ പേരും നമ്മളങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പം സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ പൊട്ടിച്ചു കഴിയുമ്പോൾ പഴുപ്പ് നിന്നില്ല, കൈ വികൃത രൂപമായി. അപ്പൊ സാറ് പറഞ്ഞു പിന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് അവരുടനെ വിട്ടു. എന്നാൽ ഞങ്ങളോട് പിന്നെ 108 ആംബുലൻസും വിളിച്ച് എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സാറിനോട് അനുവാദം ചോദിച്ചു, സാറേ ഇനി വരെ എത്ര പൈസയാന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിനെ ഞാൻ അവിടെ കൊണ്ടുവരാം. അവന് ഒരു ആശ്വാസമാവും സാറിനെ കാണും. സാറ് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, നമുക്ക് ചെയ്യാം. അങ്ങനെ എത്ര അവിടെ ചെന്നു നല്ലതായി. വിവരങ്ങളുമായി ചേരുന്നത് മിഥുൻ മുരളിയാണ്. മിഥുൻ, വളരെ ഗുരുതരമായ ആരോപണമാണ് ആ കുടുംബം ഉന്നയിക്കുന്നത്. തീർത്തും സാധാരണക്കാരായ കുടുംബമാണ്. എന്തായാലും ഇപ്പോൾ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്? കൂലിപ്പണിക്കാരായ മനോജും മറ്റു പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശികളായ ദമ്പതികളുടെ 7 വയസ്സുള്ള കുഞ്ഞ് മനു സൈക്കിളിൽ നിന്ന് 2 ആഴ്ച മുൻപ് വീഴുകയും പരിക്ക് പറ്റി പത്തനംതിട്ട സർക്കാർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു. തുടർന്ന് കുട്ടിയുടെ കയ്യിൽ ഡ്യൂട്ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പൊട്ടലിന് പ്ലാസ്റ്റർ ഇടുകയുണ്ടായി. പക്ഷേ പൊട്ടൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഈ കൈക്ക് ചതവ് ഉൾപ്പെടെയുള്ള പരിക്ക് ഉണ്ടായിരുന്നു. അത് കൃത്യമായ ചികിത്സ നൽകാതെയാണ് പ്ലാസ്റ്റർ ഇട്ട് വിട്ടത് എന്നാണ് പിതാവ് മനോജ് പറയുന്നത്. ചതവ് പ്ലാസ്റ്റർ ഉള്ളിലിരുന്നു കൂടുതൽ രൂക്ഷമാവുകയും പ്രശ്നം ഗുരുതരമാവുകയും അത് കുട്ടിയുടെ കൈക്ക് പഴുത്ത് വ്രണമായി മാറുകയുമായിരുന്നു. ഒരാഴ്ച കൂടി കഴിഞ്ഞ് വീണ്ടും ആശുപത്രിയിലെത്തി. കഠിനമായ വേദന മൂലം കുട്ടി അസ്വസ്ഥത കാണിച്ചതിനെ തുടർന്നാണ് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിയത്. ആ ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴും കൃത്യമായ പരിചരണം, ചികിത്സയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നതിനുള്ള പരിചരണം ഇവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. വീണ്ടും കുട്ടിയുടെ കൈക്ക് അസ്വസ്ഥത രൂക്ഷമായതിനെ തുടർന്ന് ഇത് ഡോക്ടറെ അറിയിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ നിർദ്ദേശിക്കുന്നു. ആംബുലൻസിൽ എത്രയും പെട്ടെന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോഴും കൃത്യമായ ചികിത്സ ലഭ്യമായില്ല കുട്ടിക്ക്. പിന്നീട് തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിക്കുകയും ആ സമയം കുട്ടിയുടെ കൈ പഴുത്ത് വ്രണമായി കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ എത്തുന്ന സാഹചര്യത്തിലേക്ക് ഈ അവസ്ഥ എത്തി എന്നാണ് കുടുംബം പറയുന്നത്. പത്തനംതിട്ട സർക്കാർ ജനറൽ ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവ് ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ഓമല്ലൂർ സ്വദേശികളായ ദമ്പതികളുടെ 7 വയസ്സുകാരനായ മകനാണ് ചികിത്സ പിഴവ് സംഭവിച്ചിരിക്കുന്നത്. സൈക്കിളിൽ നിന്ന് വീണ കുട്ടിയാണ്. കൃത്യമായ ഒരു ചികിത്സ ലഭിക്കാത്തത് കൊണ്ട് ആ കുഞ്ഞിന്റെ അവസ്ഥ വളരെ മോശമായി എന്നുള്ളതാണ്. എന്തായാലും സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ആ കുട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കേരളം നമ്പർ 1 എന്ന് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും അലംഭാവം തുടർന്ന ആരോഗ്യവകുപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങളുടെ കൃത്യമായ കണക്കുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടില്ല. കഴിഞ്ഞ 1 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 6 പേർ മരിച്ചുവെങ്കിലും 2 പേരുടെ മരണം മാത്രമാണ് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, ഈ കോവിഡ് രോഗബാധ കണക്കുകൾ പുറത്തു വന്നപ്പോഴും ആരോഗ്യവകുപ്പ് കാണിച്ച ആ ഒരു ഒളിച്ചുകളി അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാത്ത ഒരു അവസ്ഥ, ആ സമാനമായ ഒരു സാഹചര്യമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണക്കണക്കുകളിലും കാണിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും എങ്ങനെയാണ് വിവരങ്ങൾ?
രാഖി, ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് നാഴികയ്ക്ക് 40 വട്ടം ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കൊട്ടിഘോഷിക്കുമ്പോഴാണ് നിരന്തരം 6 മരണമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കേരളത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആരോഗ്യ വകുപ്പിന്റെ സൈറ്റിൽ 2 മരണം മാത്രമാണ് ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുണ്ടായിട്ടിരിക്കുന്നത് എന്നതാണ്. അതായത് ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിട്ട് പോലും അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനോ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനോ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ആ കണക്കുകൾ ബോധിപ്പിക്കുന്നത്. മാത്രമല്ല 2024 ഈ ഹമീബിക് മസ്തിഷ്ക ജ്വരം 38 പേർക്കാണ് പിടിപെട്ടത്. അതുപോലെ തന്നെ 8 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് 2025 ആകുമ്പോൾ ഈ കണക്കുകൾ കുത്തനെ ഉയരുന്നത് എന്നതാണ്. ഒരു മാസത്തിനിടെ 6 പേർക്കാണ് ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേരാണ് മരിച്ചത്. മാത്രമല്ല 34 പേർക്ക് ഈ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുമുണ്ട്. അതായത് കണക്കുകളിൽ വലിയ രീതിയിലുള്ള കുത്തനെയുള്ള കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പോലും തങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ ഇത്തരത്തിൽ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സൈറ്റിൽ വെറും 2 മരണം മാത്രമാണ് ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ മരണസംഖ്യ ഉയരുമ്പോഴും ആരോഗ്യ വകുപ്പ് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് തങ്ങൾക്ക് മരണസംഖ്യ കുറയ്ക്കാൻ സാധിച്ചു എന്നാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയ സമയത്ത് ആരോഗ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നത് ഹമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ഒരു ആശ്വാസകരമായ വാർത്ത എന്നത് നമുക്ക് കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഉപയോഗിച്ച് ഈ മരണത്തോത് കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് ആരോഗ്യമന്ത്രി അന്ന് പറഞ്ഞത്. അതിനുശേഷം 6 മരണം, ഒരു മാസത്തിനിടെ 6 മരണം. ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങളുടെ കൃത്യമായ കണക്കുകൾ പുറത്ത് വിടാതെ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചുവെങ്കിലും 2 പേരുടെ മരണം മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അനഘ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയണം. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി അസീമിന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് നിഗമനം. തലയിലെ ആന്തരിക രക്തസ്രാവം ബാഹ്യമായ പരിക്കേറ്റതല്ലെന്നും മരണം കൊലപാതകമല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതിന് പിന്നാലെ അസീമിന്റെ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. അനഘ, കഴിഞ്ഞ ദിവസം ഈ മൃതദേഹം പുറത്തെടുത്ത് ഉള്ള നടപടികളൊക്കെ നടന്നതാണ്. എന്തായാലും ഈ മരണത്തിൽ ഇപ്പോൾ ദുരൂഹത ഇല്ല എന്ന് പറയുന്നു. എന്താണ് വിവരങ്ങൾ? രാഖി, വെള്ളയിൽ സ്വദേശിയായിട്ടുള്ള അസീമിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. ഇതിനുശേഷമാണ് ഈ മൃതദേഹം, സംസ്കരിച്ച മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ മരണത്തിൽ ദുരൂഹതയില്ല, ആന്തരികമായ രക്തസ്രാവമാണ് മരണകാരണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ് എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ അസീമിന്റെ മരണത്തിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ല, കൊലപാതകമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് അസീം മദ്യപിച്ച് അവശനായി വീട്ടിലേക്ക് എത്തുന്നതും തുടർന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ ആശുപത്രിയിൽ വെച്ചാണ് അസീം മരണപ്പെടുന്നത്. മാത്രമല്ല ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് മൃതദേഹം സംസ്കരിച്ചത്. അതിനെ തുടർന്നാണ് ബന്ധുക്കൾക്ക് ഒരു സംശയം ഉണ്ടായത്. ഈ സംശയത്തെ തുടർന്നാണ് ഈ ഖബറിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്തത്. അതിനുശേഷം പുറത്തുവന്ന പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണത്തിൽ ദുരൂഹതയില്ല എന്ന വാർത്ത പുറത്തു വരുന്നത്. ശരി, അസീമിന്റെ മരണത്തിൽ ദുരൂഹത ഇല്ല എന്ന വിവരമാണ് പുറത്ത് വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനൊരുങ്ങി ബംഗളൂരുവിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ സമന്വയ. ഹെബ്ബാൾ ഭാഗിന്റെ നേതൃത്വത്തിൽ സ്ഥാനീയ സമിതികളായ RT നഗർ, യശ്വന്ത്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക. 14-ന് വൈകിട്ട് 4 മണിക്ക് മത്തിക്കര SBM കോളനിയിലെ ദക്ഷിണാഭിമുഖ ഗണേശ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്ര മുത്യാലമ്മ നഗറിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിക്കും. ബാലഗോകുലത്തിലെ കുട്ടികൾ ശോഭായാത്രയെ അനുഗമിക്കും. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും ഉറിയടിയും നടക്കും. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ. Thank you.